Okay, good morning, everyone. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Yeah, morning. Okay, start ചെയ്യാം നമുക്ക്. പെട്ടെന്ന് start ചെയ്യാം. Okay, start ചെയ്യൂ. Prayer ആലോചില്ല. Good morning, ma'am. എന്റെ പാദമിടറാതിരിക്കുവാൻ എന്നുമേ കൃപ ചൊരിയണമേ. പൂവിലോരുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ, പുല്ലുമാടവും തുല്യമായി കാണും ശക്തിയും നീയല്ലോ. നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും നല്ല ഭാഷയായി നാവിൻ്റെ തുമ്പിലും നല്ല ചെയ്തിയായി എൻ്റെ കയ്യിലും നന്മയായി നീ കടന്നിരിക്കണമേ. താങ്ക് യു മാം. Okay. Next. Thought of the day, ma'am. Good morning, ma'am. Thought of the day. The secret of getting ahead is getting started. Quote by Mark Twain. Thank you, ma'am. Thank you, my dear. Okay. Yeah. അപ്പൊ സൈൻ ഒന്നും ഇല്ലല്ലോ, ഇന്നലെ എന്നോട് പറഞ്ഞു ഇല്ലാന്ന്. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ കോൺഗേൾ ആയിരുന്നു എടുത്തത് അല്ലെ. നല്ല റൂൾ നമ്പർ 1 and 2 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. 3 എന്താണ്, ക്ലിയർ ആണല്ലോ? 1 and 2 ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? അറിയോ? ഓക്കെ, ഇന്നലെ സ്റ്റാർട്ട് ചെയ്തെന്നാണോ മാം ഇത്? കോൺഗേൾ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ ഓക്കെ ഓക്കെ, കമന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോ റൂൾ നമ്പർ 1 and 2 ഒന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, കേൾക്കട്ടെ. മനസ്സിലായില്ലോ എന്ന് അറിയാലോ. സബ്ജക്റ്റിനനുസരിച്ചുള്ള വെർബിന്റെ രൂപം. എന്താണ് കോൺഗേൾ? എന്താണ്? What is conjugate? Agreement between subject and verb is called conjugate. സബ്ജക്റ്റിന്റെയും വെർബിന്റെയും ഒരു എഗ്രിമെന്റ് ആണ് കോൺഗേഡ് എന്ന് പറയുന്നത്. Okay. And the first rule? ഫസ്റ്റ് റൂൾ എന്ന് വെച്ചാൽ സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ സിംഗുലർ വെർബ് ആയിരിക്കും, പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ പ്ലൂറൽ വെർബ് ആയിരിക്കും. എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഹി ലൈക്സ് ഡാൻസിങ് എന്ന് പറയുന്ന പോലെ. പിന്നെ പ്ലൂറലിന്റെ എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഐ ഈറ്റ് മാംഗോ. Okay. And second rule? സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ സിംഗുലർ ഓക്സിലറി ഉപയോഗിക്കും, പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ പ്ലൂറൽ ഓക്സിലറി ഉപയോഗിക്കും. Yes. Okay, clear. Clear ആയോ തമിഴ? അത്രയേ ഉള്ളൂ, സിമ്പിൾ ആയിരുന്നു. ഓക്കെ മാം. പിന്നെ 2 സിംഗുലർ സബ്ജക്റ്റ് വന്നാൽ അത് പ്ലൂറൽ ആയി മാറും. അതെ അതെ, തേർഡ് റൂൾ അതായിരുന്നു. 2 സിംഗുലർ സബ്ജക്റ്റ് ഒരുമിച്ച് വരാണെങ്കിൽ, അതായത് എക്സാമ്പിൾ നോക്കി, ശരത് ആൻഡ് സനീത്. ശരത് ആൻഡ് സനീത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്ലൂറൽ ആയി, 2 പേരുണ്ട്. സോ പിന്നീട് യൂസ് ചെയ്യുന്ന ഓക്സിലറി ആണെങ്കിലും വേർബ് ആണെങ്കിലും അത് പ്ലൂറൽ ആയിരിക്കണം. അത്രയേ ഉള്ളൂ. ഇതാണ് മാം നമുക്ക് എക്സാമിന് ഉണ്ടായിരുന്നത്, എ ബോയ് ആൻഡ് എ ഗേൾ ആർ, അതിതല്ലേ? ഓക്കെ, ഇപ്പൊ മനസ്സിലായി. ഓക്കെ, അപ്പോ തേർഡ് റൂള് ഒരെണ്ണതാണ് കേട്ടോ. 2 സിംഗുലർ സബ്ജക്ട് വരുമ്പോൾ പ്ലൂറലായിട്ട് മാറും. ഇനി അതിൽ തന്നെ നോക്കി സെക്കൻഡ് വൺ നോക്കി, തേർഡ് റൂളിൽ തന്നെ സെക്കൻഡ് വൺ. അതായത് 2 കോൺസെപ്റ്റ് ഒരുമിച്ച് രണ്ട് സബ്ജക്റ്റ് ആണോ എന്താണെന്ന് പറയാം, 2 വേർബ് എന്തെങ്കിലും ആവട്ടെ, സബ്ജക്റ്റ് കൂടെ 2 സബ്ജക്റ്റ് ഒരെണ്ണം ഒരുമിച്ച് വരുമ്പോൾ കിട്ടുന്ന കോൺസെപ്റ്റ് ഓർ ഐഡിയ ഒന്നാണെങ്കിൽ അത് സിംഗുലർ ആണ്. മനസ്സിലായോ? ഇപ്പോ ബ്ലാക്ക് ആൻഡ് വൈറ്റ്
ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ എന്ന് പറയുമ്പോൾ രണ്ട് നൗൺ ആണ്. ബ്ലാക്കും വൈറ്റും രണ്ട് നൗൺ ആണ്. പക്ഷെ നമുക്ക് കിട്ടുന്ന ഐഡിയ ഒന്നാണ് അല്ലെ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഐഡിയ ആൻഡ് കോൺസെപ്റ്റ് ഒന്നായതുകൊണ്ട് അത് സിംഗുലർ ആണ്. എക്സാമ്പിൾ നോക്കിയേ, ബ്രാൻഡി ആൻഡ് സോഡ, അത് രണ്ടും രണ്ടാണെങ്കിലും ഐഡിയ ഒന്നാണ്. ഓക്കെ, അതുപോലെ തന്നെയാണ് ബ്രെഡ് ആൻഡ് വാട്ടർ. ബ്രെഡ് ആൻഡ് വാട്ടർ എന്ന് പറയുമ്പോൾ രണ്ടും രണ്ടാണെങ്കിലും ഐഡിയ ഒന്നാണ്. അപ്പൊ കിട്ടുന്ന ഐഡിയ ഒന്നാണെങ്കിൽ അത് സിംഗുലർ ആണ്. അപ്പൊ നമ്മൾ യൂസ് ചെയ്യേണ്ട ഓക്സിലറിയും വെർബും സിംഗുലർ ആയിരിക്കണം. ക്ലിയർ? ക്ലിയർ ആണ്. A black photo is missing from her. A black and white photo is missing from her. അവിടെ യൂസ് ചെയ്യുന്നത് a black and white ഐഡിയ ഒന്നാണ്. ഓക്കെ, and a black and white cat എന്ന് പറഞ്ഞാലും അത് ഒരൊറ്റയല്ലേ. a black and white cat, രണ്ട് കളറുള്ള ഒരു ക്യാറ്റ് അല്ലെ. ഇവിടെ നമുക്ക് വേറെ രീതിയിലും പറയാം. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ എന്ന് പറയുന്നതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്യാറ്റ് എന്ന് പറയുന്നതും സെയിം കോൺസെപ്റ്റ് ആണ്. ഒരു ഒരു സാധനത്തെയാണ് നമ്മൾ അത് ഫോക്കസ് ചെയ്യുന്നത്, ഒരു തിങ് ആണ് അല്ലെ. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ആർട്ടിക്കിൾ ആണ്. ശ്രദ്ധിച്ചോ നിങ്ങളത്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു ആർട്ടിക്കിൾ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് അങ്ങനെ വേണമെങ്കിലും പറയാം. ഒരു ആർട്ടിക്കിൾ യൂസ് ചെയ്താൽ നമുക്കത് ഒരൊറ്റ കോൺസെപ്റ്റ് ആയിട്ട് മാറാം. ഇനിയിപ്പോ സെക്കൻഡ് ഇവിടെ നോക്കി, എ ബ്ലാക്ക് ആൻഡ് എ വൈറ്റ് ക്യാറ്റ് ആർ സീൻ. എ ബ്ലാക്ക് ആൻഡ് എ വൈറ്റ് ക്യാറ്റ്, രണ്ട് ആർട്ടിക്കിൾ യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇത് രണ്ടും രണ്ടാണ്. അപ്പോ അതെന്തായി? പ്ലൂറൽ ആയിട്ട് മാറി. ക്ലിയർ? മനസ്സിലായോ നിങ്ങൾക്ക്? ഡൗട്ട് ആയോ? രണ്ട് ആർട്ടിക്കിൾ യൂസ് ചെയ്യുമ്പോ അത് രണ്ടും രണ്ടാണ്. അപ്പൊ പ്ലൂറൽ ആവും. ഒറ്റ ആർട്ടിക്കിൾ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് സിംഗുലർ ആണ്. ഇതിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാട്ടോ. അതാണ് ഞാൻ നിങ്ങൾക്ക് എക്സാമിൽ ക്വസ്റ്റ്യൻ വന്നിരുന്നു അല്ലെ. എ ബോയ് ആൻഡ് എ ഗേൾ, രണ്ടിലും അത് രണ്ട് ആർട്ടിക്കിൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിയല്ലേ? ഇനി ഒറ്റ ആർട്ടിക്കിൾ യൂസ് ചെയ്തിട്ട് പറയുമ്പോ, ഒറ്റ ആർട്ടിക്കിൾ യൂസ് ചെയ്തിരിക്കും അങ്ങനെ പറയില്ല. എ ബോയ് ആൻഡ് ഗേൾ എന്ന് പറഞ്ഞാലും അത് രണ്ട് തന്നെയാണ്. അത് ബോയും ഒരു ഗേളും ആണ്. പക്ഷെ ഇവിടെ എന്തെങ്കിലും ഒരു മൈ അങ്കിൾ ആൻഡ് മൈ ഗാർഡിയൻ, മൈ അങ്കിൾ ആൻഡ് മൈ ആന്റി എന്ന് പറഞ്ഞാലും രണ്ടും രണ്ടാണ് അല്ലെ. ഇപ്പൊ പ്ലൂറലായി. മനസ്സിലായോ? ഒരേപോലെയുള്ള എക്സാമ്പിൾ പറയാമോ? ഇപ്പം മനസ്സിലായി? അതായത് ഇപ്പം മിസ് പറഞ്ഞ ഇങ്ങനെയല്ലേ, ഇപ്പൊ ദ സെക്രട്ടറിയും ദ ട്രഷറും അങ്ങനെയല്ലേ പറയുന്നത്. രണ്ട് ആർട്ടിക്കിൾസ് വരുമ്പോ 6 വന്നു, അങ്ങനെയാണോ? അപ്പം ഒരു അത് പ്ലൂറൽ ആകും. പ്ലൂറൽ ആണ്. ആർട്ടിക്കിളാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ, ഫസ്റ്റ് മാത്രം ഒറ്റ ആർട്ടിക്കിളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് സിംഗുലർ ആയിരിക്കും. അങ്ങനെയും പഠിക്കാം. അങ്ങനെ പഠിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അങ്ങനെയും പഠിക്കാം എന്നാ പറഞ്ഞത്. പക്ഷെ നമുക്കത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കും, സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കും രണ്ടാണ്. ദ സെക്രട്ടറി ആൻഡ് ദ ട്രഷറർ എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്, രണ്ട് ആൾക്കാരാണ് അല്ലെ. രണ്ട് പൊസിഷൻ ആണ്, രണ്ട് ആൾക്കാരാണെന്ന് പറയാം. അത് പ്ലൂറലാണ്. അങ്ങനെയും ചിന്തിക്കാം നമുക്ക്. ഇനി മൈ അങ്കിൾ ആൻഡ് മൈ ഗാർഡിയൻ എന്ന് പറയുന്നത് രണ്ടാണ്. ഓക്കെ, ഇത് ചിലപ്പോ നിങ്ങൾക്ക് ഇങ്ങനെയും ചിന്തിക്കത്തു, ഒറ്റ ആളായി കൂടെ അല്ലെ, ഒരാളായി കൂടെ എന്ന് ചിന്തിക്കാം. പക്ഷെ രണ്ട് ആർട്ടിക്കിൾ വന്നാല് അത് ഒരാളല്ല. മനസ്സിലായോ? ഡൗട്ട് ആയോ? ഇവിടെ ആർട്ടിക്കിൾ ആണ് ഇമ്പോർട്ടന്റ് വരാം. ആർട്ടിക്കിൾ ഇമ്പോർട്ടൻസ് കൂടുതലാണ് ഇവിടെ ഈ റൂളില്. ഇനിയിപ്പോ every school and every college has a library. അതെന്താണ്? അത് സിംഗുലർ ആണ്. മനസ്സിലായോ? സിംഗുലർ ആണ്. അവിടെ ആർട്ടിക്കിൾ അല്ല യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ സെൻസ് യൂസ് ചെയ്തതൊന്ന് മനസ്സിലാക്കാൻ പറ്റണം നിങ്ങൾക്ക്. ക്ലിയർ? ഓക്കെ മാം. കുറച്ച് എന്തൊക്കെയോ എവിടേക്കോ കിട്ടി, എന്നാൽ എവിടേക്കോ ഒരു ഡൗട്ട് ഉണ്ട്. ഇപ്പൊ പറഞ്ഞ എക്സാമ്പിൾ ഒന്നുകൂടെ പറയോ? എവരി സ്കൂൾ
Every school and every college has a library. എല്ലാ സ്കൂളിനും എല്ലാ കോളേജിനും ലൈബ്രറി ഉണ്ട് എന്നാ പറയുന്നത് അല്ലെ? പെർട്ടിക്കുലർ ആയിട്ടാ പറയുന്നേ, അത് സിംഗുലർ അല്ലേ അപ്പോ അല്ലേ? അത്രയേ ഉള്ളൂ. അങ്ങനെ ചിന്തിച്ചു നോക്കും. ഏറ്റവും നല്ലത് അങ്ങനെ ചിന്തിച്ച് എഴുതുന്നതാണ് കേട്ടോ, മനസ്സിലാക്കി പഠിക്കും. എല്ലാ ആർട്ടിക്കിളും വരുന്നത് പ്ലൂറൽ എന്നൊന്നും പഠിക്കണ്ട, നിങ്ങൾ മനസ്സിലാവും. അത് വായിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ആ രീതിയിൽ മനസ്സിലാക്കി പഠിക്കാൻ നോക്കണം കേട്ടോ. അപ്പൊ ഇപ്പൊ ഈ തേർഡ് റൂള് ഞാൻ പറഞ്ഞു, ഇത് മൂന്നാമത്തെ റൂളില് നമ്മൾ 3 ടൈപ്സ് പറഞ്ഞു അല്ലെ? ഫസ്റ്റ് ഏതായിരുന്നു? ഫസ്റ്റ് പറഞ്ഞത് 2 സിംഗുലർ സബ്ജക്ട് അല്ലെങ്കിൽ നൗൺസ് വരുമ്പോൾ പ്ലൂറലായിട്ട് മാറുമെന്ന് പറഞ്ഞു. പിന്നെ 2 നൗൺ അല്ലെങ്കിൽ ഒരു സബ്ജക്ട് യൂസ് ചെയ്ത് കിട്ടുന്ന ഐഡിയ ഒന്നാണെങ്കിൽ അത് സിംഗുലർ ആണെന്ന് പറഞ്ഞു അല്ലെ? ക്ലിയർ? ദെൻ നമ്മൾ ആർട്ടിക്കിൾ വെച്ചിട്ട് പറയുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്നത് അത് സിംഗുലർ ആണ്, കാരണം കിട്ടുന്ന ഐഡിയ ഒന്നാണ്, സിംഗുലർ ആണ്. ഇനി നമ്മൾ 2 ആർട്ടിക്കിൾ വെച്ച് പറയുകയാണെങ്കിൽ അതെന്താണ്? പ്ലൂറൽ ആണ്. ഇനി 2 ആർട്ടിക്കിൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ മൈ അങ്ങനെയൊക്കെ പറയാം, എന്റെ എന്നൊക്കെ പറയാം, എന്റെ അങ്കിൾ എന്നൊക്കെ പറയുന്നത്, അങ്ങനെ 2 മൈ അവിടെ ഒരുമിച്ച് വരുന്നുണ്ടെങ്കിൽ അത് പ്ലൂറൽ ആണ്. ഇനി ഇവിടെ നോക്കിയേ, മൈ അങ്കിൾ ആൻഡ് ഗാർഡിയൻ. മൈ അങ്കിൾ ആൻഡ് ഗാർഡിയൻ എന്ന് പറയുന്നത് ഒറ്റയാണ്, ഒരു മൈ അവിടെ യൂസ് ചെയ്തില്ല, എന്റെ അങ്കിളും ഗാർഡിയനും. അപ്പോ നമ്മളത് ചിന്തിക്കേണ്ടതാണ്, അത് രണ്ടും ഒരാളായിരിക്കും, അങ്കിളും ഗാർഡിയനും ഒരാളായിരിക്കും. അങ്ങനെയാണ്, അതുകൊണ്ടാണ് അവിടെ മൈ എന്ന് പറഞ്ഞത്. മനസ്സിലായോ? അപ്പോ ആർട്ടിക്കിൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് ഒരു വേർഡ് ആയിക്കോട്ടെ, ഓണർഷിപ്പ് ആയിക്കോട്ടെ, ഓണർഷിപ്പിലാണെങ്കിലും മൈ ഒക്കെ വരുന്നേ, ഓണർഷിപ്പ് ആയിക്കോട്ടെ, എന്താണെങ്കിലും 2 വരുന്നുണ്ടെങ്കിൽ, ഓണർഷിപ്പ് ആണെങ്കിൽ 2 വരുന്നുണ്ടെങ്കിൽ അത് പ്ലൂറലും, ഒരൊറ്റ ഓണർഷിപ്പിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണെങ്കിൽ അത് സിംഗുലർ ആണ്. ക്ലിയർ? മനസ്സിലായോ? എന്താ ഒന്നും മിണ്ടാതെ? സെക്കൻഡ് റൂള് കിട്ടിയില്ല. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നോട്ട് ഇടും, അതില് തേർഡ് റൂൾ എഴുതി. തേർഡ് റൂള് ഇപ്പോ ഒരു എക്സാമ്പിൾ നിങ്ങൾ തന്നെ എഴുതി, 2 സിംഗുലർ നൗൺ ഒന്ന് വെച്ചിട്ട് ഒരു സെന്റൻസ് ഒന്ന് ക്രിയേറ്റ് ചെയ്തേ, ഒന്ന് പറഞ്ഞത്. കിട്ടുന്നുണ്ടോ? എഴുതുന്നുണ്ടോ ഇനി പറയാൻ പോവാണോ? എന്താ ഒന്നും മിണ്ടാത്തേ? അതായത് നമ്മൾ ആൻഡ് വെച്ച് പറയില്ലേ, ഇപ്പൊ എന്താണ്, ഐ ബോട്ട് ഓറഞ്ച് ആൻഡ് മാംഗോ. ഓറഞ്ച് ആൻഡ് മാംഗോ ആർ എന്താണ്, എന്താ പറയാ? അപ്പൊ നമ്മൾ 2 യൂസ് ചെയ്ത് രണ്ടും 2 നൗണാണ് അല്ലെ? 2 പേരുകളാണോ? ഓറഞ്ച് ആൻഡ് മാംഗോ. ബ്രെഡ് ആൻഡ് ജാം. ബ്രെഡ് ആൻഡ് ജാം ഒറ്റ കോൺസെപ്റ്റ് ആണ് കേട്ടോ. ബ്രെഡ് ആൻഡ് ജാം എന്ന് പറയുന്നത് സിംഗുലർ ആയിട്ട് വരും. ഓക്കെ, ബ്രെഡ് ആൻഡ് ജാം, ബ്രെഡ് ആൻഡ് ബട്ടർ, പിന്നെ എന്താണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ, പിന്നെ വേറെ അങ്ങനെ എന്തോ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇവിടെ 2 നൗൺ, ഓറഞ്ച് ആൻഡ് മാംഗോ. ഓക്കെ, അത് രണ്ടും 2 തന്നെയല്ലേ? ശരിയല്ലേ? ഓറഞ്ച് വേറെ, മാംഗോ വേറെയാണ്, 2 2ആണ്. ഇനിയിപ്പൊ അതിന്റെ കൂടെ ആർട്ടിക്കിൾ യൂസ് ചെയ്യേണ്ട ആവശ്യം ശരിക്കും വരുന്നില്ല, ആർട്ടിക്കിൾ യൂസ് ചെയ്യണ്ട, കാരണം രണ്ടും ഓൾറെഡി 2 2ആണ്. അപ്പൊ നമുക്ക് അറിയാം, അത് രണ്ടും 2 ആയതുകൊണ്ടും അത് പ്ലൂറലായിട്ട് മാറി അല്ലേ? ഓറഞ്ച് ആൻഡ് മാംഗോ ആർ എന്നവർ. മീര ആൻഡ് മനു ആർ മൈ കസിൻസ്. മീരയും മനു എന്റെ കസിൻ ആണ്. അപ്പൊ 2 പേരായതുകൊണ്ട് പ്ലൂറലായി. അതാണ് ഫസ്റ്റ് റൂൾ. തേർഡ് റൂളിലെ ഫസ്റ്റ് റൂൾ അതാണ്. അത് മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? ഇത് ഓക്കെ ആണോ? ക്ലിയർ? ഇനി അതിൽ തന്നെ രണ്ടാമത് നോക്കി, മൈ വൈഫ് ആൻഡ് ഹർ ബ്രദർ. എന്റെ ഭാര്യയും
അവളുടെ ബ്രദറും. അതും രണ്ടാൾക്കാർ തന്നെയല്ലേ? നിങ്ങൾക്ക് കേൾക്കുമ്പോ എന്താ തോന്നാം? ഭാര്യയും ബ്രദറും വേറെ തന്നെയല്ലേ? അല്ലെ? മൈ വൈഫ് ആൻഡ് ഹർ ബ്രദർ. സോ അതെന്താണ്? ഒബ്വിയസ്ലി അത് പ്ലൂറലാണ്. ഓക്കെ, രണ്ട് പേരാണ്, പ്ലൂറലാണ്. ഇനി ദ കാറ്റ് ആൻഡ് ഡോഗ്. കാറ്റും ഡോഗും വേറെയാണ്, നമുക്കറിയാം. അതും എന്താണ്? പ്ലൂറലാണ്. ഇനി അവിടെ ഒറ്റ ആർട്ടിക്കിൾ ആണ് യൂസ് ചെയ്തത് വിചാരിച്ചു. ഓക്കെ, ഒറ്റ ആർട്ടിക്കിൾ ആണ് യൂസ് ചെയ്തത്. ഒറ്റ ആർട്ടിക്കിൾ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ആ രീതിയിൽ പഠിക്കുകയാണെങ്കിൽ, ഒറ്റ ആർട്ടിക്കിൾ യൂസ് ചെയ്താൽ സിംഗുലർ എന്ന് പഠിച്ചാൽ ഇവിടെ തെറ്റ് ചെയ്തില്ലേ? ശരിയല്ലേ? ഒറ്റ ആർട്ടിക്കിൾ ആണ് യൂസ് ചെയ്തെങ്കിലും അല്ലെ? ഡിഫറെന്റ് അനിമൽ ആണ്. അപ്പൊ ഒറ്റ ആർട്ടിക്കിൾ യൂസ് ചെയ്തുകൊണ്ട് സിംഗുലർ ആണെന്ന് പറയാൻ പറ്റില്ല. രണ്ടും രണ്ട് അനിമൽ ആയതുകൊണ്ട് അത് പ്ലൂറലാണ്. ഓക്കെ, മനസ്സിലായോ? ഇപ്പോ ഫസ്റ്റ് റൂൾ ഓക്കെ ആയോ? ഓക്കെ ആണ് മാം. ഓക്കെ മാം, ഓക്കെ. ഓക്കെ ആണ്. ഇനി അതിൽ തന്നെ സെക്കൻഡ് റൂള് നമുക്ക് തോന്നും അത് കൺസെപ്റ്റ് ഒറ്റ കൺസെപ്റ്റ് ആണ്. ഇപ്പൊ ബ്രെഡ് ആൻഡ് ജാം. ബ്രെഡ് ആൻഡ് ജാം എന്ന് പറഞ്ഞപ്പോ നിങ്ങളുടെ മനസ്സിൽ വന്നത് എന്താണ്? ബ്രെഡും ജാമും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു സ്നാക്ക് ആണ് നമ്മുടെ മനസ്സിൽ വന്നത്. അല്ലാതെ ബ്രെഡ് വേറെ ജാം വേറെയാണോ വന്നേ? ആണോ? അല്ല, അതൊരു കോമ്പിനേഷൻ ആണ്. കോമ്പിനേഷൻ ആണ്. ബ്രെഡ് ആൻഡ് ജാം, ബ്രെഡ് ആൻഡ് ബട്ടർ, ബ്രാൻഡി ആൻഡ് സോഡ, അങ്ങനെ എന്തോ പിന്നെ വരുന്ന കോമ്പിനേഷൻ വരാം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ, അങ്ങനത്തെ കോമ്പിനേഷൻസ് ഉണ്ട് വേറെ. അപ്പൊ ഇങ്ങനെ കോമ്പിനേഷൻസ് വരുമ്പോൾ അത് സിംഗുലർ ആണ്. ഇനിയിപ്പോ നിങ്ങൾക്ക് സെപ്പറേറ്റ് പറയണം. ദ ബ്രെഡ് ആൻഡ് ദ ബട്ടർ, അല്ലെ ഐ വാട്ട് എ ബ്രെഡ് ആൻഡ് എ ബട്ടർ എന്ന് പറഞ്ഞാൽ അത് രണ്ടും രണ്ടായി. മനസ്സിലായോ? രണ്ട് ആർട്ടിക്കിൾ യൂസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ അത് രണ്ടായി. അപ്പൊ അതൊറ്റ കോൺസെപ്റ്റ് അല്ല. ഓക്കെ, ക്ലിയർ? ആർട്ടിക്കിൾ ഇമ്പോർട്ടൻസ് ഇപ്പൊ മനസ്സിലായോ? അതുകൊണ്ടാണ് ആർട്ടിക്കിളിന്റെ കൂടെ ഈ കോൺവേർഡ് കൊടുത്തിരിക്കുന്നത്. ആർട്ടിക്കിൾ ആയിട്ട് കണക്റ്റഡ് ആണ് ഈ കോൺവേർഡ് എന്ന് പറയുന്നത്. ഞാൻ എന്താണ് ബ്രെഡും ബട്ടറും വാങ്ങി എന്ന് പറയുന്നത്, ബ്രെഡ് ആൻഡ് ബട്ടർ ഇസ് എ ഗുഡ് ഫോർ ഹെൽത്ത് എന്ന് പറയുന്നത് രണ്ടല്ലേ? ആണോ? അതെ മാം. അത്രയേ ഉള്ളൂ. രണ്ട് ആർട്ടിക്കിൾ വെച്ചിട്ട് പറയുമ്പോ ഈ കോൺസെപ്റ്റ് തന്നെ നമ്മൾ രണ്ട് ആർട്ടിക്കിൾ വെച്ച് പറയുമ്പോ അത് പ്ലൂരലും, കോൺസെപ്റ്റ് ആർട്ടിക്കിൾ ഒന്നും ഇല്ലാതെ ഒറ്റയ്ക്ക് അത് പറയുകയാണെങ്കിൽ അത് സിംഗുലർ ആയിട്ട് മാറി, ഒരു കോൺസെപ്റ്റ് ആയിട്ട് മാറി, ഒറ്റ ഐഡിയ ആയിട്ട് മാറി. അപ്പൊ അത് സിംഗുലർ ആണ്. അതാണ് റൂൾ നമ്പർ 2. തേർഡ് റൂള് റൂൾ നമ്പർ 2 അതാണ്. ഇനി തേർഡ് റൂൾ എന്താണ്? ആർട്ടിക്കിൾ. ഇപ്പൊ ഞാൻ പറഞ്ഞു ഈ ആർട്ടിക്കിൾ രണ്ട് ആർട്ടിക്കിൾ വെച്ച് പറയുമ്പോ രണ്ടായി മാറുമെന്ന് പറഞ്ഞു, അല്ലെ? അതുപോലെ തന്നെയാണ് രണ്ട് ആർട്ടിക്കിൾ. അതിപ്പോ ആർട്ടിക്കിൾ ആകാം, ഓണർഷിപ്പ് ആകാം. അത് എന്തും നമ്മൾ രണ്ടെണ്ണം പറയുകയാണെങ്കിൽ അത് പ്ലൂറലായിട്ട് മാറും. എ ബ്ലാക്ക് ആൻഡ് എ വൈറ്റ് ക്യാറ്റ്. അപ്പൊ ഒരു ബ്ലാക്ക് ക്യാറ്റ് ഉണ്ട്, അവിടെ വൈറ്റ് ക്യാറ്റ് ഉണ്ട്. അപ്പൊ ഈ രണ്ട് ക്യാറ്റ് ആയതുകൊണ്ട് പ്ലൂറലായി. നമ്മൾ പറയുകയാണ് എ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്യാറ്റ് ആണെങ്കിൽ നമുക്ക് ചിന്തിക്കാവുന്നത് ബ്ലാക്കും വൈറ്റും കളറുള്ള ഒരു ക്യാറ്റ് ആണ്. മനസ്സിലായോ? മനസ്സിലായി. A black and a white photo. ഒരു ബ്ലാക്ക് ഫോട്ടോ ഉണ്ട്, വൈറ്റ് ഫോട്ടോ ഉണ്ട്. A black and white framed photo എന്ന് പറയാൻ ഒരു വൈറ്റ് ഫ്രെയിമും ഒരു ബ്ലാക്ക് ഫ്രെയിമായ ഫോട്ടോ എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ആർട്ടിക്കിൾ രണ്ടെണ്ണം, ആർട്ടിക്കിൾ ഒരു ഓണർഷിപ്പ് ഏതെങ്കിലും രണ്ടെണ്ണം സബ്ജക്റ്റിന് മുന്നിലോ അല്ലെങ്കിൽ നൗണിന് മുന്നിലോ വന്നാൽ അത് പ്ലൂറലാണ്. പക്ഷെ ഇത് വായിച്ച് നോക്കിയിട്ട് വേണം കറക്റ്റ് ആയിട്ട് എഴുതാൻ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, പക്ഷെ കുറച്ച് കൺഫ്യൂഷൻ വരാൻ കാരണം ഇത് ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടായിരിക്കാം. ഓക്കെ, ക്ലിയർ? മൈ അങ്കിൾ ആൻഡ് ഗാർഡിയൻ. മൈ അങ്കിൾ ആൻഡ് ഗാർഡിയൻ എന്ന് പറയുമ്പോൾ ഒറ്റ ഓണർഷിപ്പ് വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അതെന്താണ്? സിംഗുലർ ആണ്. ഇനി മൈ അങ്കിൾ ആൻഡ് മൈ ഗാർഡിയൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാം, രണ്ടും ഒന്ന് തന്നെയല്ലേ, എന്റെ തന്നെയല്ലേ എന്ന് ചിന്തിക്കാം. പക്ഷെ രണ്ട് ആർട്ടിക്കിൾ അല്ല, രണ്ട് ഓണർഷിപ്പ് വന്നത് കൊണ്ട് അത് പ്ലൂറലാണ്. കൺഫ്യൂസിങ് ആക്കാനുള്ളതൊക്കെ അതിലുണ്ട്. പക്ഷെ നിങ്ങൾ ആ രീതിയിൽ തന്നെ പഠിക്കണം. മനസ്സിലായോ? ഇതിന് കോമൺ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ബ്രെഡ് ആൻഡ് ബട്ടർ ആണ്. ഇതുവരെയും ഞാൻ കണ്ടതിൽ കോമൺ ആയിട്ട് വന്നിരിക്കുന്നത് ബ്രെഡ് ആൻഡ് ബട്ടർ ആണ് കേട്ടോ. പക്ഷെ ഇനി അത് വരുമെന്ന് എനിക്ക് അറിയില്ല. ചാൻസ് വളരെ കുറവാണ്. കാരണം എല്ലാ എക്സാമിലും അത് വന്നത് കൊണ്ട് ഇനി വരുവാൻ ചാൻസ് ഇല്ല.
മിസ് ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഇപ്പൊ അതിന്റെ എക്സാമ്പിൾ മിസ് പറഞ്ഞ മൈ അങ്കിൾ ആൻഡ് മൈ ഫാദർ ആറും അല്ലേ? മൈ അങ്കിൾ ആൻഡ് ഗാർഡിയൻ ഈസ്, അല്ലെങ്കിൽ മൈ അങ്കിൾ ആൻഡ് അങ്ങനെ വരുമോ? അങ്ങനെയാണോ? അങ്ങനെ വരില്ല. അപ്പൊ മൈ അങ്കിൾ ആൻഡ് മൈ ഫാദർ, മൈ അങ്കിൾ ആൻഡ് ഫാദർ. എന്തായാലും അങ്കിളും ഫാദറും വേറെയാണെന്ന് നമുക്കറിയില്ലേ? ഓ ശരി, അങ്ങനെയും കൂടെ ചിന്തിക്കണമല്ലോ. ശരിയാ. അങ്ങനെ മൈ ഫാദർ ആൻഡ് ഗാർഡിയൻ ഈസ് വരുമോ? മൈ ഫാദർ, അത് ഒന്നായിട്ട് വരും. അത് ഓക്കെ ആയിട്ട് മൈ ഫാദർ ആൻഡ് ഗാർഡിയൻ ഈസ് വരും. ഫാദറും ഗാർഡിയനും ഒരാളാണ്. പിന്നെ ഓണർഷിപ്പ് ഇത് നോക്കണം. ഓക്കെ ഓക്കെ, ഇതെല്ലാം കൂടി നോക്കി വരുമ്പോ അടിപൊളിയാ. അങ്ങനെയാണ്, അങ്ങനെ നോക്കണം നമ്മൾ. ഇപ്പൊ മൈ അങ്കിൾ ആൻഡ് ഗാർഡിയൻ, ഇവിടെയും നമുക്ക് അത് ചിന്തിക്കാവുന്നതാണ്. അങ്കിളും ഗാർഡിയനും ഒന്നാകാം അല്ലെ? പക്ഷെ ഇവിടെ രണ്ട് ഓണർഷിപ്പ് വന്നപ്പോഴും മൈ അങ്കിൾ ആൻഡ് മൈ ഗാർഡിയൻ. അപ്പൊ അവിടെ അങ്കിളും വേറെയാണ്, എന്റെ ഗാർഡിയനും വേറെയാണ്. രണ്ടാണ്. അപ്പൊ അത് പ്ലൂറലാണ്. അങ്ങനെയും ചിന്തിക്കാലോ അല്ലെ? അതാണ് വ്യത്യാസം. നമ്മൾ ചിന്തിക്കുന്നതനുസരിച്ചിരിക്കും. നമ്മൾ ചിന്തിക്കുക ഓണർഷിപ്പും രണ്ടെണ്ണം ഉണ്ടോ എന്ന് നോക്കുക, അല്ലെങ്കിൽ ഒരെണ്ണമാണോ എന്ന് നോക്കുക, അങ്ങനെയും നോക്കുക. അല്ലാതെ നമ്മൾ കാര്യമായിട്ടൊന്ന് ചിന്തിക്കുകയും കൂടെ വേണം. അതായത് നമ്മുടെ സെൻസ് യൂസ് ചെയ്തതിലൂടെ നമ്മുടെ ആൻസർ എഴുതണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ ഇത് എന്തൊക്കെയാണെന്ന് അത് നമുക്കൊന്ന് മനസ്സിലാവണം, മനസ്സിലാക്കി പഠിക്കുക. എന്നാൽ മാത്രം നമുക്കിത് കിട്ടുമോ? ഓക്കെ, ക്ലിയർ? കുറച്ച് ക്ലിയർ ആയോ? പറയൂ. ക്ലിയർ ആയി മാം. ക്ലിയർ ആയി. ഓക്കെ. അപ്പോ തേർഡ് റൂള് കുറച്ച് ട്രിക്കി ആയിരുന്നു. ഇനി കുറച്ച് അങ്ങോട്ട് പോകുന്നത് കുറച്ചുകൂടെ ട്രിക്കി ആണ് കേട്ടോ. ശ്രദ്ധിച്ചിരിക്കുക മാക്സിമം. ചിലതൊക്കെ മനസ്സിലാവാൻ ചാൻസ് വളരെ കുറവാണ്. എനിക്ക് പോലും മനസ്സിലായിട്ടില്ല ചിലതൊക്കെ. ഓക്കെ, ഇനി when two nouns are joined by or, neither, or, either, or എന്നൊക്കെ പറയുകയാണെങ്കിൽ എന്താണ് അതിന്റെ കോൺസെപ്റ്റ് വരുന്നത്? സുനിത or her sister cleans the room every week. Okay, അതായത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് neither or either ഒക്കെ വന്നു എന്ന് വിചാരിക്കുക. അതില് നമ്മൾ ചിന്തിക്കും ഏതെങ്കിലും ഒരാളല്ലേ എന്നൊക്കെ ചിന്തിക്കും. പക്ഷെ അങ്ങനെ ചിന്തിക്കരുത്. ഇവിടെ വ്യത്യാസം എന്ന് പറയുന്നത് നമ്മള് ഫസ്റ്റ് സബ്ജക്റ്റ് ആണ് ഇവിടെ നോക്കുന്നത് കേട്ടോ. ഇപ്പോ സുനിത or her sister cleans the room every week എന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഓക്കെ, സുനിത or her sisters clean the room every week. ഇത് രണ്ടിൽ നിന്നൊക്കെ എന്താ മനസ്സിലായത്? പറയൂ, എന്താ മനസ്സിലായോ? അതില് സിസ്റ്റർ എന്നുണ്ട്, ഇവിടെ സിസ്റ്റേഴ്സ് എന്നുണ്ട്. അതേ ഒരു ഡിഫറൻസ് ഉണ്ട്. ആ ഒരു ഡിഫറൻസ് ആണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പൊ ഓൾ അല്ലെങ്കിൽ ഐദർ അല്ലെങ്കിൽ നൈദർ, ഈ മൂന്ന് വേർഡ് സെന്റൻസിൽ കണ്ടാല്, തന്നിരിക്കുന്ന സെന്റൻസിൽ ഈ മൂന്ന് വേർഡ് എവിടെയെങ്കിലും കണ്ടാല് നിങ്ങൾ നോക്കേണ്ടത് സെക്കൻഡ് സബ്ജക്റ്റിനെയാണ്. ഓക്കെ, സെക്കൻഡ് സബ്ജക്റ്റ് പ്ലൂറൽ ആണോ സിംഗുലർ ആണോ നോക്കാം. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് സെന്റൻസിൽ സുനിത ഹർ സിസ്റ്റർ, ഇതിൽ സെക്കൻഡ് സബ്ജക്റ്റ് ആയ ഹർ സിസ്റ്റർ സിംഗുലർ ആയതുകൊണ്ടാണ് അവിടെ എന്ത് വെർബ് സിംഗുലർ ആയത്. ഓക്കെ, സെക്കൻഡ് സെന്റൻസില് സെക്കൻഡ് സബ്ജക്റ്റ് ആയ ഹർ സിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് പ്ലൂറൽ ആയതുകൊണ്ടാണ് വെർബായ ക്ലീൻ പ്ലൂറൽ ആയത്. കിട്ടിയോ? മനസ്സിലായോ? ഇനി നെക്സ്റ്റ്, the boys ഒന്നുകൂടി പറയാ. എന്നോട് പറയുന്നുണ്ടല്ലോ. ഇനിയിപ്പോ ഐദർ എടുക്കാം. ഐദർ യുവർ ഫാദർ ഓർ യുവർ മദർ. ഇവിടെ രണ്ട് സബ്ജക്റ്റും തന്നിരിക്കുന്ന ഫാദർ ആൻഡ് മദർ ആണ് ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വരാം. ഫസ്റ്റ് സബ്ജക്ട് എന്ന് പറയുന്നത് ഫാദറും സെക്കൻഡ് സബ്ജക്ട് എന്ന് പറയുന്നത് മദറുമാണ്. ഇത് രണ്ടും ഓൾറെഡി സിംഗുലർ ആണ്. അപ്പൊ നമുക്ക് എന്താണ് വെർബും അല്ലെങ്കിൽ ഓക്സിലറീസും സിംഗുലർ ആയിരിക്കും. സോ നമ്മളവിടെ ഹാസ് യൂസ് ചെയ്തു. ഓക്കെ, ഇനി ഇപ്പൊ വന്നിരിക്കുന്നത് ഐദർ
ഇവിടെ നോക്കൂട്ടോ, either your uncles or your father. Uncles or your father. ഇവിടെ ഫസ്റ്റ് സബ്ജക്ട് അങ്കിൾസും സെക്കൻഡ് സബ്ജക്ട് ഫാദറും ആണ്. അപ്പൊ നമ്മൾ എന്തുകൊണ്ട് അവിടെ ഹാസ് വന്നു? ഹാസ് എന്താ വന്നേ? അങ്കിൾസ് ഹാസ് എന്താ വന്നേ പറയൂ. സിംഗുലർ എന്ത് ആയതുകൊണ്ട്? സെക്കൻഡ് സബ്ജക്ട് സിംഗുലർ ആയതുകൊണ്ട്. സെക്കൻഡ് സബ്ജക്ട് സിംഗുലർ ആയതുകൊണ്ടാണ് ഹാസ് വന്നത്. അപ്പൊ ഇങ്ങനെയാണെങ്കിലോ, either your father or your uncles എന്ത് വരും? ആറ് വരും. പ്ലൂറൽ ഓക്സിലറി വരും. പ്ലൂറൽ വരും. ഓക്കെ, അപ്പൊ അത് ആറാകാം, ഹാവ് ആകാം, എന്തും ആകാം അല്ലെ. ഇനി വേർബ് ആണെങ്കിൽ അത് പ്ലൂറൽ വേർബും ആകാം. അപ്പോ either or neither or ഇതൊക്കെ വരികയാണെങ്കിൽ സെന്റൻസിൽ കണ്ടാല് നിങ്ങൾ നോക്കേണ്ടത് സെക്കൻഡ് സബ്ജക്ട് പ്ലൂറൽ ആണോ സിംഗുലർ ആണോ നോക്കാം. ഓക്കെ, ക്ലിയർ? അപ്പൊ റൂൾ നമ്പർ 4 എഴുതാം. ഞാനിപ്പോ പറഞ്ഞല്ലോ, ആ രീതിയിൽ മനസ്സിലാവുന്ന രീതിയിൽ എഴുതാം കേട്ടോ. റൂൾ നമ്പർ 4 when two nouns are joined by or neither or either not, the verb agrees with the second noun. കണ്ടോ, സെക്കൻഡ് noun ആണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് വരാം. ആ സെക്കൻഡ് noun എന്താണോ, സിംഗുലർ ആണോ പ്ലൂറൽ ആണോ നോക്കിയിട്ട് വേണം വെർബ് നമ്മൾ ആഡ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യേണ്ടത് സിംഗുലർ നൗണിനെയാണ്, അല്ലെങ്കിൽ സിംഗുലർ സബ്ജക്ട് സെക്കൻഡ് സബ്ജക്റ്റിനെയാണ്. സോറി, ഓക്കെ, സെക്കൻഡ് സബ്ജക്ട് ഓർ സെക്കൻഡ് നൗണിനെയാണ് നമ്മൾ റൂൾ നമ്പർ 4 ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ക്ലിയർ? അത് നിങ്ങൾ എഴുതി വെക്കൂ. ഓർ അല്ലെങ്കിൽ either or അല്ലെങ്കിൽ neither nor, ഈ മൂന്നെണ്ണം വന്നാല് സെന്റൻസിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും സെന്റൻസിൽ വരാം. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം സെന്റൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ടത് സെക്കൻഡ് സബ്ജക്റ്റിനെയാണ്. അപ്പൊ സെക്കൻഡ് സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ വെർബ് പ്ലൂറൽ ആയിരിക്കും. സെക്കൻഡ് സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വെർബ് ഓർ ഓക്സിലറി സിംഗുലർ ആയിരിക്കും. ഇതാണ് 4th റൂൾ. മനസ്സിലായോ? ക്ലിയർ ആയിരുന്നു? ഇപ്പൊ ക്ലാസ്സിൽ എല്ലാവരും ഉണ്ടോ? നിങ്ങൾ എല്ലാവരും ക്ലാസ്സിൽ ഉണ്ടോ? ഞാൻ പറയുന്നത് എന്താണ് സൈലന്റ്? ശ്രദ്ധിച്ചിരിക്കാനോ? എഴുതിക്കൊണ്ടിരിക്കും മാം. ഓക്കെ, അപ്പൊ ഓർ either or neither or സെന്റൻസിൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം വരികയാണെങ്കിൽ നമ്മൾ നോക്കേണ്ടത് സെക്കൻഡ് സബ്ജക്റ്റ് ആണ് എന്ന് 4th റൂൾ എഴുതിയിരിക്കും. എന്നിട്ട് വേണം എക്സാമ്പിൾസ് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ എക്സാമ്പിൾസ് ടെക്സ്റ്റിലുണ്ട്, എഴുതിയും കുഴപ്പമില്ല. ഓക്കെ, എഴുതി കഴിയുമ്പോ പറയൂ കേട്ടോ. 5th റൂൾ പറയാം. ഓക്കെ, കഴിഞ്ഞോ? എല്ലാവരും കഴിഞ്ഞോ? ഇനി 5th റൂള്. 5th റൂൾ എഴുതിക്കോളൂ. as well as, rather than, with, along with, together. കണ്ടോ, ഇതെല്ലാം നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ടോ? ഞാൻ പറയുന്ന എല്ലാം ടെക്സ്റ്റിലുണ്ടേ. as well as, rather than, with, along with. ഇതിലെല്ലാം വരാൻ ചാൻസ് ഇല്ല. as well as ആയിരിക്കും വരാട്ടോ. എക്സാമിൽ വരുന്നത് ചിലപ്പോ as well as ആയിരിക്കും. അപ്പോ ഈ മൂന്ന് വേർഡ്സ് നിങ്ങൾ സെന്റൻസിൽ കണ്ടാല് ഇവിടെ നോക്കേണ്ടത് ഫസ്റ്റ് സബ്ജക്റ്റിനെയാണ്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് സബ്ജക്ട് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ നോക്കിയാൽ മതി. അതായത് മൈ ബ്രദേഴ്സ് as well as my sister എന്ത് വരണം? ഫസ്റ്റ് സബ്ജക്ട് ഏതാണെന്ന് നോക്കണം. as well as കണ്ടാൽ ഫസ്റ്റ് സബ്ജക്റ്റിനാണ് നോക്കേണ്ടത്. സിംഗുലർ. as well as rather than ഒക്കെ കണ്ടാല് നമ്മൾ നോക്കേണ്ടത് ഫസ്റ്റ് സബ്ജക്റ്റിനെയാണ്. ക്ലിയർ?
മനസ്സിലായോ? സിമ്പിൾ ആണ്. ഇനി അങ്ങോട്ട് എല്ലാം സിമ്പിൾ ആയിരിക്കും. നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചെങ്കിൽ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് എല്ലാം മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ആർത്തലാസ്മ രാഗത്താനൊക്കെ വരുമ്പോ ഫസ്റ്റ് സബ്ജക്റ്റിനെ നോക്കണം. എക്സാമ്പിൾസ് ഇങ്ങനെ ടെക്സ്റ്റിലുള്ളതുകൊണ്ടാണല്ലോ ഞാൻ പറയാത്തെ. ആസ് വെൽ ആസ് ആണ് ഇതിന് മെയിൻ ആയിട്ട് വരാം. ചിലപ്പോൾ റാദർദാനം വരാം. അപ്പൊ അത് രണ്ടും നിങ്ങൾ കണ്ടെങ്കിൽ സെന്റൻസ് ഏതിന് ഒരു എണ്ണം സെന്റൻസിൽ ഉണ്ടെങ്കിൽ നോക്കേണ്ടത് ഫസ്റ്റ് സബ്ജക്റ്റിനെ ആയിരിക്കണം. ഫസ്റ്റ് സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ വെർബ് അല്ലെങ്കിൽ ഓക്സിലറീസ് പ്ലൂറൽ ആയിരിക്കും. ഫസ്റ്റ് സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വെർബ് അല്ലെങ്കിൽ ഓക്സിലറീസ് സിംഗുലർ ആയിരിക്കും. ഓക്കെ, ഇത് ക്ലിയർ? ക്ലിയർ. എഴുതി കഴിഞ്ഞോ? നോട്ട്സ് എഴുതി കഴിഞ്ഞോ? കഴിയുമ്പോ പറഞ്ഞു. ഇല്ല മാം. ഓക്കെ, പറയട്ടെ. 6th റൂൾ പറയട്ടെ. കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞോ എല്ലാവരുടെയും? എഴുതട്ടെ. കഴിഞ്ഞു. കഴിഞ്ഞു. 6th റൂള് നിങ്ങൾ വായിച്ചു വെക്കേ. അത് മനസ്സിലാവുന്നുണ്ടോ? മോർ ദാൻ വൺ എന്ന് കണ്ടാല് സിംഗുലർ ആയിരിക്കും. അത്രയേ ഉള്ളൂ 6th റൂള്. മോർ ദാൻ വൺ. More than one singular verb is used. More than one girl, more than one orange, more than one boy, more than one. കൂടുതൽ ഒരെണ്ണത്തെ സൂചിപ്പിക്കുന്ന ഇപ്പോ മോർ ദാൻ വൺ എന്ന് പറയുമ്പോൾ ഒരെണ്ണല്ലേ അല്ലേ? സോ അവിടെ യൂസ് ചെയ്യുന്നത് സിംഗുലർ ആയിരിക്കും. അത്രയേ ഉള്ളൂ. മോർ ദാൻ വൺ എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് സിംഗുലർ വേർബ് അല്ലെങ്കിൽ സിംഗുലർ ഓക്സിലറീസ് ആയിരിക്കണം. ദാറ്റ്സ് ഓൾ. ക്ലിയർ? ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആണ്. ഇതിന്റെ എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുമ്പോ അപ്പൊ എങ്ങനെ വരും? എങ്ങനെ വരും എന്ന് വെച്ചാൽ മോർ ദാൻ വൺ ഗേൾ ഡാഷ് അറൈവ്ഡ് ഹിയർ എന്ന് പറയും. എന്നൊരു കുറെ ഓപ്ഷൻസ് വരും. അതില് ഹാസ് has the, have, are, where അങ്ങനെ തരും. നിങ്ങൾ ഏത് എഴുതും? തന്നിരിക്കുന്ന ഓപ്ഷൻ എല്ലാവരും ഒരെണ്ണം പ്ലൂറലും ഒരെണ്ണം സിംഗുലറും ബാക്കിയാലും പ്ലൂറലും തരും. അപ്പോ ഇവിടെ എഴുതേണ്ടത് എന്താണ്? സിംഗുലർ ആണ്. സോ സിംഗുലർ. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോ 6th റൂള് ക്ലിയർ. ഇനി 7ല് many a എന്ന് വരുമ്പോ many a മനസ്സിലായോ? many a എന്ന് വരുമ്പോ ഒരെണ്ണമാണ്. many a student has passed എന്ന് പറയാം. പാസ്ഡ് ആണ് അവിടെ. പാസസ് അല്ല, പാസ്ഡ്. many a എന്ന് വരുമ്പോ സിംഗുലർ ആണ്. many ആണെങ്കിൽ പ്ലൂറൽ ആണ്. അത്രേ ഉള്ളൂ. മെനി എ ആണെങ്കിൽ സിംഗുലർ, മെനി ആണെങ്കിൽ പ്ലൂറൽ. സിമ്പിൾ അല്ലേ? അപ്പൊ 7th റൂൾ അത്രയേ ഉള്ളൂ. മെനി എ സിംഗുലർ, മെനി പ്ലൂറൽ. അപ്പൊ മെനി എ സ്റ്റുഡന്റ് എന്ന് വന്നാൽ അത്, അല്ലെങ്കിൽ മെനി എ ഗേൾസ് എന്ന് വന്നാൽ അത് എന്താണ്? സിംഗുലർ ആയിരിക്കും. ഒരാളാണ്, ഒരെണ്ണത്തിനാണ് സൂചിപ്പിക്കുന്നത്. സിംഗുലർ ആണ്. മെനി സ്റ്റുഡൻസ്, മെനി ഗേൾസ്, മെനി ബോയ്സ് എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ് കേട്ടോ. ഇനി 8th റൂൾ. 8th, ഗുഡ്, ലാർജ്, ഗ്രേറ്റ്, സ്മോൾ, നമ്പർ ഓഫ്, ഗ്രൂപ്പ് ഓഫ് എന്നൊക്കെ വരാണെങ്കിൽ, അതായത് എ ഗുഡ് നമ്പർ ഓഫ് അല്ലെങ്കിൽ എ ഗുഡ് ഗ്രൂപ്പ് ഓഫ്, എ ലാർജ് ഗ്രൂപ്പ് ഓഫ്, എ ലാർജ് നമ്പർ ഓഫ്, എ ഗ്രേറ്റ് ഗ്രൂപ്പ് ഓഫ്, a great number of,
എ സ്മോൾ നമ്പർ ഓഫ് എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് എന്നൊക്കെ പറയുകയാണെങ്കിൽ അതെന്താണ്? പ്ലൂറൽ ആണ്. ഓക്കെ, പ്ലൂറൽ ആണ്. അതില് എ ആണ് ഞാൻ പറഞ്ഞത്. എ ലാർജ്, എ ഗുഡ്, എ ഗ്രേറ്റ്, എ സ്മോൾ എന്നൊക്കെ വരുമ്പോ പ്ലൂറൽ ആണ് എന്ന് പറഞ്ഞു അല്ലെ. എ ഗ്രേറ്റ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആർ എന്ന് പറയുമ്പോ അത് പ്ലൂറൽ ആണെന്ന് പറഞ്ഞു അല്ലെ. ഇനി നമുക്കത് സിംഗുലർ ആക്കാം. അവിടെ ആർട്ടിക്കിൾ എന്ത് വരും? ദ നമ്പർ ഓഫ്. ഓക്കെ, ദ നമ്പർ ഓഫ് എന്ന് വരും. മനസ്സിലായോ? ദ നമ്പർ ഓഫ് പീപ്പിൾ എന്ന് പറയുമ്പോ അത് സിംഗുലർ ആണ്. അവിടെ ലാർജ് ഇല്ല, ലാർജ് ഗ്രേറ്റ് അതൊന്നും യൂസ് ചെയ്യാണ്ട് നേരെ ദ നമ്പർ ഓഫ് എന്ന് പറയുമ്പോ അതെന്താണ്? സിംഗുലർ ആയിരിക്കും. മനസ്സിലായോ? നിങ്ങൾക്ക് പഠിച്ചാൽ മനസ്സിലാവുന്നില്ലേ അല്ലെ? ടെക്സ്റ്റ് വായിക്കുമ്പോൾ മനസ്സിലാവുന്നില്ലേ? സിമ്പിൾ ആണത്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്, അത് നിങ്ങൾ ക്ലിയർ ആണ് ഓക്കെ ആണെന്ന് പറയുന്നത് കൊണ്ടാണ്. ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇത്രയും ഞാൻ 8 റൂൾസ് പറഞ്ഞു. ഈ 8 റൂൾസ് നിങ്ങൾക്ക് ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ചോദിക്കൂ. മാം ആ 8ാമത്തെ ഒന്ന് പറയോ? ഇപ്പൊ പറഞ്ഞത് 8ാമത്തത് ഇവിടെ എ എന്നിട്ട് ബ്രാക്കറ്റ് കൊടുത്തില്ലേ? ഈ ബ്രാക്കറ്റ് ഏത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. യൂസ് ചെയ്യുന്നത് ഈ നമ്പർ ഓഫിന്റെ കൂടെയോ ഗ്രൂപ്പ് ഓഫിന്റെ കൂടെയോ ആയിരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് പ്ലൂറൽ ആയിട്ട് മാറും. അതായത് എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ എ ഗുഡ് നമ്പർ ഓഫ് എന്ന് പറയാം, എ ഗുഡ് ഗ്രൂപ്പ് ഓഫ് എന്ന് പറയാം. ഇനി എ ലാർജ് നമ്പർ ഓഫ് എന്ന് പറയാം, എ ലാർജ് ഗ്രൂപ്പ് ഓഫ് എന്ന് പറയാം അല്ലെ. അപ്പൊ ഈ ബ്രാക്കറ്റിലുള്ളത് വെച്ചിട്ട് വേണം ഇവിടെ ഈ നമ്പർ ഓഫിന്റെ കൂടെയും ഗ്രൂപ്പ് ഓഫിന്റെ കൂടെയും നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ അത് പ്ലൂറൽ ആയിട്ട് മാറും. ഇനി ഈ ബ്രാക്കറ്റിലുള്ളത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല, നമ്മൾ ആർട്ടിക്കിൾ മാറ്റി ദ നമ്പർ ഓഫ് എന്നാക്കി. ദ നമ്പർ ഓഫ് അല്ലെങ്കിൽ ദ ഗ്രൂപ്പ് ഓഫ് എന്നാണെങ്കിൽ അത് സിംഗുലർ ആയിട്ട് മാറും. മനസ്സിലായോ? അത് നിങ്ങൾ ടെക്സ്റ്റിൽ തന്നെ കിടപ്പുണ്ട്. അതെ, എ ഗ്രേറ്റ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആർ വില്ലിംഗ് ടു കണ്ടിന്യൂ ഹിയർ. അവിടെ എ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് യൂസ് ചെയ്തത്. പ്ലൂറൽ ആയിരുന്നു, നമ്മൾ ആർ യൂസ് ചെയ്തത്. ബട്ട് ദ നമ്പർ ടേക്സ് എ സിംഗുലർ വേർബ്. എങ്ങനെയാണ് അത് സിംഗുലർ വേർബ് യൂസ് ചെയ്യുന്നത്? ഇങ്ങനെ ഓക്കെ, ദ നമ്പർ ഓഫ് പീപ്പിൾ ഇൻജോർഡ് ഇൻ ദ ആക്സിഡന്റ് ഈസ് സ്മോൾ. നമ്മളിവിടെ യൂസ് ചെയ്ത് ദ നമ്പർ ഓഫ് എന്നാണ്. ആ നമ്പർ ഓഫിന് മുൻപിൽ നമ്മൾ ഈ ഗുഡോ ലാർജോ ഗ്രേറ്റോ സ്മോളോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അത് മാത്രമല്ല നമ്മൾ എ എന്ന് പറയുന്ന ആർട്ടിക്കിൾ അല്ല ഇവിടെ യൂസ് ചെയ്ത് ദ ആർട്ടിക്കിൾ ആണ് അല്ലെ. സോ ദ നമ്പർ ഓഫ് എന്ന് പറയുമ്പോൾ അത് എന്തായി? സിംഗുലർ ആയിട്ട് മാറി. ക്ലിയർ ആയോ? ക്ലിയർ ക്ലിയർ ക്ലിയർ. ഇനി നിങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ മിക്കവർക്കും മനസ്സിലായവരുണ്ടാകാം, മനസ്സിലാവാത്തവരുണ്ടാകാം. നന്നായിട്ട് ഗ്രൂപ്പിൽ ഇത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആകും. കുറെ എക്സാമ്പിൾസ് ഒക്കെ പറയാം, ഗൂഗിൾ സെർച്ച് ചെയ്യുക. അപ്പൊ കുറച്ചുകൂടി നന്നായിട്ട് ക്ലിയർ ആകും കേട്ടോ. കാരണം ഞാൻ കുറെയൊക്കെ നമ്മൾ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എനിക്ക് 24 റൂൾസ് വരെയും പറയാനുണ്ട്. എത്ര ദിവസത്തെ ക്ലാസ് വേണ്ടിവരും ആലോചിച്ച് അല്ലെ? ശരിയല്ലേ? മാക്സിമം ഞാനിപ്പോ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിൽ മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യൂ. എന്നിട്ടും അത് മനസ്സിലാവുന്നെങ്കിൽ എന്നോട് ഒന്ന് ചോദിച്ചു, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? യെസ്. ഇനി 9th റൂൾ, one of each of every one of either of neither of ഇതൊക്കെ വരാണെങ്കിൽ എന്തായിരിക്കും? എന്തായിരിക്കും പറയൂ? സിംഗുലർ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ വരാ? സിംഗുലർ ആണ്. അതായത് വൺ ഓഫ് ഈച്ച് ഓഫ് എവറി വൺ ഓഫ് either ഓഫ് neither ഓഫ് പ്ലസ് പ്ലൂറൽ ആണ്. ഇതിന്റെ കൂടെ ഈ ഇത്രയും കാണുന്ന വേർഡ്സ് ഇത് ഏതെങ്കിലും ഒരു കീവേഡിന്റെ കൂടെ പ്ലൂറൽ നൗൺ വന്നാല് വരുന്ന വെർബ് സിംഗുലർ ആയിരിക്കും. ഇവിടെ ടേക്സ് എ സിംഗുലർ നൗൺ എന്നല്ല വരാം, സിംഗുലർ വെർബോ അല്ലെങ്കിൽ ഓക്സിലറി എന്നായിരിക്കും വരാം കേട്ടോ.
മനസ്സിലായോ? അതായത് വൺ ഓഫ് ഇതിന്റെ കൂടെ വന്നിരിക്കുന്ന നൗൺ ഏതാണ്? പ്ലൂറൽ ആണ്. ടീച്ചേഴ്സ് ആണ് അല്ലെ? വൺ ഓഫ് ദ ടീച്ചർ. നമ്മളൊക്കെ കാണുമ്പോ ടീച്ചേഴ്സ് എന്താ കാണാൻ നോക്കി നിങ്ങളൊക്കെ പ്ലൂറൽ എഴുതും. പക്ഷേ പ്ലൂറൽ എഴുതാൻ പാടില്ല. കാരണം എന്താണ്? വൺ ഓഫ് വന്നിട്ടുണ്ട്. വൺ ഓഫ് എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ അവിടെ എഴുതിയ വേർബ് എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് വൺ ഓഫ് ദ ടീച്ചേഴ്സ് വാൺസ് എന്ന് പറഞ്ഞത്. വാൺസ് പറയാൻ കാരണം സിംഗുലർ ആയതുകൊണ്ടാണ് അല്ലെ? പ്ലൂറൽ ആണെങ്കിൽ വാണ്ട് പറഞ്ഞാൽ മതി അല്ലെ? അപ്പൊ വൺ ഓഫ് ദ ടീച്ചേഴ്സ് വാൺസ് ഇൻ ദ ക്ലാസ് റൂം. ഇനി each of them prepares, കണ്ടോ? each of them prepares themselves for the examination. ഇനി neither of the students smokes ആണ് വരാട്ടോ. ഇവിടെ സ്മോക്ക് ആവുന്നിരിക്കുന്നത്. smokes cigarettes. ഓക്കെ, മാം നേരത്തേതിലും പ്ലൂറൽ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? പ്ലസ് പ്ലൂറൽ നൗൺ എന്ന്. പ്ലസ് പ്ലൂറൽ എന്ന് പറയാൻ കാരണം ആ വേർഡിന്റെ കൂടെ തന്നിരിക്കുന്ന കീവേഡിന്റെ കൂടെ വരുന്ന നൗൺ പ്ലൂറൽ ആയിരിക്കും. അങ്ങനെയാണ് പറയുന്നത്. വൺ ഓഫ് ദ ടീച്ചേഴ്സ്, ടീച്ചേഴ്സിൽ ഒരാൾ എന്നല്ലേ പറയുള്ളൂ. അതെ അതെ. അപ്പോ വരുന്ന നൗൺ എപ്പോഴും അത് പ്ലൂറൽ ആയിരിക്കും. each of the students എന്ന് പറയുമ്പോ സ്റ്റുഡൻസിൽ ഓരോരുത്തരും, അപ്പോഴും നമ്മൾ പറയുന്നത് സിംഗുലർ ആയിട്ടാണ്. മനസ്സിലായോ? അല്ല മാം, ഞാൻ ചോദിച്ചേ എട്ടാമത്തെ റൂളിലും ഇതേപോലെ പ്ലൂറൽ നൗൺ എന്നാ പറഞ്ഞേക്കുന്നത് അല്ലേ? പ്ലസ് പ്ലൂറൽ നൗൺ വേണം അല്ലേ? പ്ലസ് പ്ലൂറൽ നൗൺ ഈസ് ഈക്വൽ ടു സിംഗുലർ വെർബ് അല്ലെങ്കിൽ സിംഗുലർ ഓക്സിലറി എഴുതാം. അതൊരു നമുക്കൊരു എന്താണ് എന്താ പറയാ മറന്നറിയോ? ജസ്റ്റ് ഒരു റൂൾ ആയിട്ട് നിങ്ങൾ എഴുതും. പ്ലസ് ഇട്ടിട്ട് നമ്മൾ ടെൻസിനൊക്കെ എഴുതിയെങ്കിലേ അതുപോലെ എഴുതും കേട്ടോ. one of, each of, every one of, either of, neither of, plus plural noun is equal to singular verb or singular auxiliary എന്ന് എഴുതാം. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. എന്നിട്ട് എക്സാമ്പിൾ എഴുതി വെക്കാം. ഇനിയിപ്പോ നമ്മളിപ്പോ ഇത്ര നേരം പറഞ്ഞത് വൺ ഓഫ്, ഈച്ച് ഓഫ് എന്നൊക്കെയാണ്. ഈ ഓഫ് ഇല്ലാതെ നമ്മൾ യൂസ് ചെയ്യും. അതായത് ഈച്ച്, എവരി, ഐദർ, നൈദർ, വിതൗട്ട് ഓഫ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ? അങ്ങനെ യൂസ് ചെയ്താല് അതെന്താണ്? അതും സിംഗുലർ ആണ്. മനസ്സിലാക്കാം കേട്ടോ, സിംഗുലർ ആയിരിക്കും. ഇപ്പോ സെക്കൻഡ് നോക്കി, നയൻത് റൂളിൽ തന്നെ സെക്കൻഡ് വൺ നോക്കി. ഈച്ച് ഗേൾ വാക്സ്. അതായത് ഈച്ച് ഗേൾ അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സിംഗുലർ നൗൺ ആണ് കേട്ടോ. ഈച്ച്, എവരി, ഐദർ, നൈദറിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സിംഗുലർ നൗൺ ആണെങ്കിൽ വരുന്ന വെർബ് എന്തായിരിക്കും? സിംഗുലർ ആയിരിക്കും. ഓക്കെ, ഇനി ഈച്ച്, എവരി, ഐദറിന്റെ കൂടെ വന്നിരിക്കുന്നത് പ്ലൂറൽ നൗൺ ആണെങ്കിൽ വെർബ് എന്തായിരിക്കും? പ്ലൂറൽ ആയിരിക്കും. മനസ്സിലായോ? ഞാൻ പറഞ്ഞല്ലോ, കോൺവേർഡ് ഭയങ്കര കൺഫ്യൂസിങ് ആണ്. ഒരുപാട് 24 നിങ്ങൾ എങ്ങനെ പഠിക്കും? അതാണ് ഞാനും ആലോചിക്കുന്നത്. പറഞ്ഞ കാലം എനിക്ക് തന്നെ വട്ടാവുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ അവസ്ഥ എനിക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. സോ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. അല്ലെങ്കിൽ 10ാമത്തെ കൊടുക്കട്ടെ ഞാൻ. നമുക്ക് ഒന്നുകൂടെ എന്താ റിവൈൻഡ് ചെയ്യാം. പേടിക്കണ്ട കേട്ടോ, ഒന്നുകൂടെ നമുക്ക് റിവൈൻഡ് ഒക്കെ ചെയ്യാം. പെട്ടെന്ന് ഞാൻ പറയാം. ഇത് ആദ്യം മുതലേക്ക് പറയാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം എന്ന് ഞാൻ പറഞ്ഞില്ലേ? ശ്രദ്ധിച്ചിരിക്കാം, നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. വേറെ ഒന്നും ആലോചിക്കേണ്ട, കൺഫ്യൂസിങ് ഒന്നും ആക്കണ്ട. പറയുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ ശ്രദ്ധിക്കുക. കിഴി പോയ അവസ്ഥയാണോ? എന്താണ് അവസ്ഥ ഇപ്പോ? ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോയോ? മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയോ? പറയൂ, എന്താണ്? മാക്സിമം ശ്രദ്ധിക്കുന്നുണ്ട്. കയ്യിൽ നിന്ന് പോയോ? എല്ലാം കൂടി കേട്ടപ്പോ ഈ ഈച്ച്, എവരി, ഐദർ ഇതിന്റെ കൂടെ പ്ലൂറൽ നൗണാണ് വന്നെങ്കിൽ അത് പ്ലൂറൽ ആയിരിക്കും. അങ്ങനെയാണ് ഇപ്പൊ മിസ് പറഞ്ഞത്. ഞാൻ കേട്ടില്ല, അതുകൊണ്ടാ. ഇവിടെ പ്ലൂറൽ വെർബാണ് വരണേ, അങ്ങനെയാണോ പറഞ്ഞേ?
അതായത് ലാസ്റ്റ് പറഞ്ഞില്ലേ ഈച്ച് ഓഫ് ഇല്ലാതെ വന്നെ നൗണിന്റെ കാര്യങ്ങൾ പറഞ്ഞില്ലേ, അതിന്റെ കൂടെ പ്ലസ് സിംഗുലർ എന്നുള്ള ആദ്യത്തിൽ കിടക്കണ ഇതിന്റെ കൂടെ നൗണ് പ്ലൂറൽ ആണെങ്കിൽ ആ വെർബ് വന്നത് പ്ലൂറൽ ആയിരിക്കും. അങ്ങനെയാണ് അപ്പൊ ലാസ്റ്റ് പറയാം. ഓക്കെ. അപ്പൊ ഓഫ് ഇല്ലാണ്ട് വന്നാല് ഓഫ് ഇല്ലാണ്ട് വന്നാല് ഓഫ് ഇല്ലാതെ ഈച്ച് ഓഫ് ഇല്ലാണ്ട് വന്നു, അതിന്റെ കൂടെ നമ്മൾ ഒരു സിംഗുലർ നൗൺ യൂസ് ചെയ്തു, അപ്പൊ വരുന്ന വെർബ് സിംഗുലർ ആയിരിക്കും. ഓക്കെ. ഇനി അതിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്ത പ്ലൂറൽ നൗൺ ആണെങ്കിൽ വെർബ് പ്ലൂറലായിരിക്കും, വെർബ് അല്ലെങ്കിൽ ഓക്സിലറി പ്ലൂറലായിരിക്കും. ഇതാണ് 9th റൂള്. ഓക്കെ. രണ്ടും കൂടെ ഞാൻ പറയാം, അപ്പൊ ഒരു കണക്ക് കിട്ടുമല്ലോ. 10 എണ്ണം പഠിച്ചു എന്ന് പറയാം. ഈ 10 എണ്ണം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഒന്നുകൂടെ പറയാം. ഓക്കെ, എടുത്തോട്ടെ ഞാൻ. Okay, ma'am. Yeah. The 10th one, when none of the money has been stolen. None of ഒക്കെ വരാണെങ്കിൽ none of ന്റെ കൂടെ പ്ലൂറൽ ഒക്കെ വരാണെങ്കിൽ ഇപ്പൊ മണി എന്താണ്? സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? Singular. മണി സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? എനിക്ക് ഇഷ്ടമായല്ലോ. മണി പ്ലൂറൽ അല്ലേ? അത് കുറെ ഉണ്ടല്ലോ. Yeah, okay. None of is followed by a plural noun. ഇപ്പൊ കേട്ടോട്ടോ. None of when none of is followed by a plural noun, either a singular verb or a plural verb can be used. ഏതിന്റെ അവിടെ യൂസ് ചെയ്യാന്നാ പറയുന്നത്. അപ്പൊ മണി എന്ന് പറയുന്നത് പ്ലൂറൽ ആണ് കേട്ടോ, അതുകൊണ്ടാണ് ഈ നൺ ഓഫിന്റെ കൂടെ യൂസ് ചെയ്തത്. ഓക്കെ. നൺ ഓഫ് ദ മണി എന്ന് പറയുന്നത് പ്ലൂറൽ നൗൺ. നൺ ഓഫിന്റെ കൂടെ പ്ലൂറൽ നൗൺ വന്നാൽ നമ്മൾ യൂസ് ചെയ്യേണ്ട വെർബ് അല്ലെങ്കിൽ ഓക്സിലറിയും സിംഗുലർ ആയിരിക്കണം. ഓക്കെ, ക്ലിയർ? മാം ഒന്നുകൂടെ പറഞ്ഞു. നൺ ഓഫ് ദ മണി, നൺ ഓഫിന്റെ കൂടെ പ്ലൂറൽ നൗൺ ആണ് വരുന്നതെങ്കിൽ നമുക്ക് സിംഗുലർ വേർബ് അല്ലെങ്കിൽ പ്ലൂറൽ നൗൺ യൂസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്തിനാണ് അങ്ങനെ പറയുന്നതിന്റെ ആവശ്യം അറിയില്ല എനിക്ക്. അവിടെ എഴുതിയത് നോക്കിയേ. When none of is followed by a plural noun, either a singular verb or a plural verb can be used. പ്ലൂറൽ നൗൺ ആണ് നൺ ഓഫിന്റെ കൂടെ ഫോളോ ചെയ്ത് വന്നിരിക്കുന്നെങ്കിൽ നമുക്ക് സിംഗുലർ വേർബ് അല്ലെങ്കിൽ പ്ലൂറൽ വേർബ് യൂസ് ചെയ്യാം എന്നാ പറഞ്ഞിരിക്കുന്നത്. അതെന്താണ്, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അവര് ഒരു എക്സാമ്പിളേ തന്നിട്ടുള്ളൂ അല്ലേ മാം? എന്തോ? അവര് ഒരു എക്സാമ്പിൾ മാത്രമേ തന്നിട്ടുള്ളൂ. നമുക്ക് വിടാം, കുറെയൊക്കെ പഠിക്കണ്ട. അതെന്തായാലും ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ. ഇതിലൊരു കാര്യമുണ്ട്. 24 നമ്മൾ പഠിക്കുന്നുണ്ട്, എന്തായാലും പഠിക്കണം, അത് ഷുവറാണ് പഠിക്കണം. പക്ഷെ എക്സാമിന് 24 വരില്ല. അന്നേരത്തെ ഇമ്പോർട്ടന്റ് ആയത് എന്തായാലും പറഞ്ഞേ. അപ്പൊ ഈ പോർഷനെ കുറിച്ച് എക്സാമിന് നിങ്ങൾക്ക് ടെൻഷൻ വേണ്ട. ഓക്കെ, അത് ക്ലിയർ ഓക്കെയാണ്. പക്ഷെ നിങ്ങൾ എന്തെങ്കിലും പഠിക്കണം കേട്ടോ, അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ടീച്ചർ ആകുമ്പോ ഇതെല്ലാം അറിഞ്ഞിരിക്കണ്ടേ, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ. അപ്പൊ ഇതെന്തായാലും പഠിക്കണം. ഓക്കെ, മതി. എത്ര അവസാനിപ്പിക്കാം. പറഞ്ഞു എനിക്ക് ഞാൻ ക്ഷമിച്ചു. ഇപ്പൊ കേട്ട് നിങ്ങൾ ഒരുപാട് ക്ഷമിച്ചിട്ടുണ്ടാകാം. ഓക്കെ, അതുകൊണ്ട് കുറച്ച് റിലാക്സ് ചെയ്തോ. എനിക്കും വേണം. അങ്ങോട്ട് ഇപ്പോഴൊക്കെ പറഞ്ഞു തരണ്ടേ. എന്താണ് അവസ്ഥ? ഓക്കെയാണോ ഇപ്പോ? ഒന്നാമത്തെ ഇത് കൺഫ്യൂഷൻ ആണ് ചാപ്റ്റർ. ഇവിടെയാണെങ്കിൽ ബഹളം. എനിക്ക് തീരെ മനസ്സിലാവില്ല. സൗണ്ട് കേൾക്കുന്നുണ്ടോ മാം? ഇവിടെ ഫുൾ എൻജോയ്മെന്റ് പിള്ളേരൊക്കെ. ഇല്ല, കേൾക്കുന്നില്ല കേട്ടോ. നിങ്ങൾ ഗ്രൂപ്പിൽ ഒന്ന് പറയൂ. അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ തന്നെ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ സംസാരിക്കുമ്പോ കുറച്ചൊക്കെ മനസ്സിലാവും. കൺഫ്യൂഷൻ ഉണ്ടെന്ന് എനിക്ക് അറിയാം, സ്വാഭാവികമാണ് കൺഫ്യൂഷൻ വരും. ഇത്രയും റൂൾസ് ഒക്കെ പഠിക്കുമ്പോഴേ നമുക്ക് എന്തായാലും ഈ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും, പറഞ്ഞു പഠിക്കും. നിങ്ങൾ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നിർത്തി നോക്കിയേ. ഇതിപ്പോ ഞാൻ ക്വസ്റ്റ്യൻസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മൊത്തത്തിൽ കിളിയെ പോകും.
നിങ്ങൾ തന്നെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പിലൊക്കെ ഡിസ്കസ് ചെയ്യൂ കേട്ടോ. അറിയാത്തവർക്ക് അറിയുന്നവര് പരസ്പരം പറഞ്ഞു കൊടുക്കും. അത്യാവശ്യം സ്റ്റുഡൻസ് ക്ലാസ് ഉണ്ടായതാണ്, കൺഫ്യൂഷൻ കൊണ്ടാണ് നടക്കുക, ലീവ് ചെയ്തു. ഇനി അങ്ങോട്ട് ഇങ്ങനത്തെ ചാപ്റ്റേഴ്സ് ഒക്കെ ആയിരിക്കും. ഇങ്ങനത്തെ ഇല്ല, ഇത് കുഴപ്പമില്ല. ഫ്രേസൽ വേർബ് വരുമ്പോ നിങ്ങൾ പിന്നെയും പെടും. ഫ്രേസൽ ഇത് കോൺവേർഡ് 24 ഫ്രേസൽ വേർബ് 64 64 ഫ്രേസൽ വേർബ്സ് നിങ്ങൾ പഠിക്കണം. ഞെട്ടണ്ട. ഓക്കെ, അപ്പൊ ഈ 24 ഇത്രയും കൺഫ്യൂസിങ് ആണെങ്കിൽ ഈ 64 ഫ്രേസൽ വേർബ് നിങ്ങൾ എങ്ങനെ പഠിക്കും? അതുകൊണ്ട് പഠിക്കണം, അതെന്തായാലും പഠിക്കണം. പക്ഷെ എക്സാമിന് നിങ്ങൾ ടെൻഷൻ എടുക്കണ്ട. എക്സാമിന് ഞാൻ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞത്. ഓക്കെ, എക്സാമിന് ഞാൻ ഇന്ന് രക്ഷപ്പെടുത്തുന്നുണ്ട്. പക്ഷെ പഠിക്കണം കേട്ടോ, ടീച്ചേഴ്സ് ഇതെല്ലാം പഠിക്കണം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് കാര്യങ്ങള്. പിന്നെ എവിടെ വരെ ആയി നിങ്ങൾ കുറച്ച് ടോപ്പിക്സ് നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുണ്ട്. അതൊക്കെ എവിടെ വരെ ആയി? റെഫർ ചെയ്യുന്നുണ്ടോ? പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ? ഇന്നലെ ഇന്നൊന്നും ചെയ്തിട്ടില്ല. ഒന്നും ചെയ്തില്ല, ചെയ്യണം കേട്ടോ. കാരണം ഇതിപ്പോ 24 എന്ത് തീരുമെന്ന് എനിക്ക് അറിയില്ല. എന്നാലും നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കും. ഓക്കെ, കൗണ്ടർ തീർന്ന അപ്പോ തന്നെ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. ഏത് നിമിഷം എന്നെ പ്രതീക്ഷിക്കാം കേട്ടോ. ഇനിയിപ്പോ ഏതെങ്കിലും ടീച്ചേഴ്സ് ലീവ് ആയി കഴിഞ്ഞാൽ ചിലപ്പോ നമുക്ക് പകരം കയറേണ്ടി വരും. സോ എപ്പോ വേണമെങ്കിലും ഇംഗ്ലീഷ് പ്രതീക്ഷിക്കാം. ഓക്കെ, മാക്സിമം ക്ലാസ്സിൽ ജോയിൻ ചെയ്യും. പെട്ടെന്ന് നിങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് ഞാൻ കയറി വരുമ്പോ ഇതിന് ബുദ്ധിമുട്ടുണ്ടോ? അല്ലെങ്കിൽ ഇംഗ്ലീഷ് ക്ലാസ് ആണെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ടോ നിങ്ങൾക്ക്? കാരണം പെട്ടെന്ന് കയറി വരുമ്പോ ചിലപ്പോൾ കുറച്ച് പേരൊന്നും ക്ലാസ്സിൽ ഉണ്ടാവില്ല. ഇംഗ്ലീഷ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ക്ലാസ്സിൽ ചിലപ്പോൾ പെട്ടെന്ന് കയറാൻ പറ്റുന്നതല്ല. കാരണം പെട്ടെന്നാണ് ഞാൻ കയറി വരുന്നത്. സോ അങ്ങനെ ഇൻഫോം ചെയ്യണമെന്നുണ്ടോ? അറിയണമെന്നുണ്ടോ നിങ്ങൾക്ക്? അതെ മാം, ഇൻഫോം ചെയ്യണം മാം. ഇല്ലെങ്കിൽ പ്രിപ്പയർ ആവില്ലല്ലോ. കുറെ റെക്കോർഡ് ഇതൊക്കെ എഴുതാനുള്ളതല്ലേ, എല്ലാം അതിന്റെ ബിസി ആക്ടിവിറ്റീസ് ഒക്കെ നിറയെ ഉള്ളതാണ്. അപ്പൊ അറിഞ്ഞു വെച്ച് അതിനനുസരിച്ച് അവർ പ്രിപ്പയർ ചെയ്യും. അപ്പൊ ഞാൻ പറയാം, അങ്ങനെ എന്തെങ്കിലും അറേഞ്ച്മെന്റ്സ് വരാണെങ്കിൽ ഞാൻ യൂണിഫോം ഗ്രൂപ്പിൽ നിന്ന് യൂണിഫോം ചെയ്തൊക്കെ പറയാം. നാളെ ഇംഗ്ലീഷ് ക്ലാസ് ആണെന്ന് അങ്ങനെ പറഞ്ഞേക്കും. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എനിക്ക് തോന്നി, കാരണം ഇംഗ്ലീഷ് എല്ലാവരും മറ്റ് സബ്ജക്റ്റ് നിങ്ങൾക്ക് വായിച്ചാലെങ്കിലും മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഇംഗ്ലീഷ് അങ്ങനെയല്ലല്ലോ. അപ്പോ നിങ്ങൾക്ക് അതാണ് മിസ് ഏറ്റവും വലിയ ഒരു കാര്യം. കാരണം ഇംഗ്ലീഷ് നമ്മൾ ക്ലാസ്സിൽ ഒരു ഇച്ചിരി നേരം കേട്ടിരുന്നാൽ തന്നെ അത് കുറച്ച് മനസ്സിലാവും. മറ്റേത് നമുക്ക് വായിച്ചാൽ മനസ്സിലാവും. പിന്നെ റെക്കോർഡ് ക്ലാസ് കേട്ടില്ല എന്ന് വെച്ച് കുഴപ്പമില്ല. പക്ഷെ ഇംഗ്ലീഷിൽ റെക്കോർഡ് ക്ലാസ് കേൾക്കുമ്പോൾ നമ്മുടെ കിളി പറക്കും. കാരണം വെച്ചാൽ ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഒന്നും മനസ്സിലാവില്ലാത്തൊരവസ്ഥയിലാണ് ഇംഗ്ലീഷ് ക്ലാസ്സിലെ റെക്കോർഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് മാക്സിമം ലൈവ് ക്ലാസ്സിൽ കയറിയിട്ട് ഇങ്ങനെ കേട്ടിരുന്നാൽ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാവും. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. കോൺവേർഡ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ ഒരു പ്രാവശ്യം കേട്ടിട്ടുള്ളൂ. അതിന്റെ ഒരു കൺഫ്യൂഷൻ ആണ്. ഇനി നിങ്ങൾ ഇതിപ്പോ ഒന്ന് ഗ്രൂപ്പിൽ ഒന്ന് നിങ്ങൾ ഡിസ്കസ് ചെയ്ത് നോക്കി. നിങ്ങൾ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്ത് നോക്കി. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആകും. മനസ്സിലായോ? അതാണ് ഇംഗ്ലീഷ്. കേൾക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. അത് നമ്മൾ അപ്പുറം പോയി പറഞ്ഞെങ്കിലും കൊടുക്കുക. അല്ലെങ്കിൽ അവർക്ക് ഒന്ന് കുറച്ച് ക്ലാസ് കഴിയുമ്പോൾ ഒന്ന് പഠിക്കുകയും ചെയ്താൽ സെറ്റാണ്, ക്ലിയർ ആയിരിക്കും. പക്ഷെ ഈ ക്ലാസ് ഒന്ന് റെക്കോർഡ് ക്ലാസ് കേട്ടാല് പറയണ്ടല്ലോ, ഭയങ്കര ബോറിംഗുമാണ്. പഠിച്ചതന്നെ ഫുള്ള് കഴിയുന്നുള്ളൂ, ഒന്നും മനസ്സിലാവില്ല. അതാണ് റെക്കോർഡ് ക്ലാസ്സിന്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് എന്റെ ക്ലാസ്സിന് മിക്കതിലും വ്യൂസ് വളരെ ഇപ്പൊ റെക്കോർഡ് ക്ലാസ് സൈലന്റ് ആണ്. ഇച്ചിരിയെങ്കിലും ഭേദമുണ്ട് ഇപ്പൊ. നേരത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും പറയാൻ പറ്റൂല. എല്ലാവരും ഭയങ്കര കലവില. നമുക്ക് റെക്കോർഡ് ക്ലാസ് കേൾക്കണേ ഉണ്ടാവില്ല. ശരിയാ. ഇപ്പൊ നിങ്ങൾ കുറച്ച് സൈലന്റ് ആയി. ഇത് പറ്റി സൈലന്റ് ആയിരുന്നല്ലോ. കാരണം ഞങ്ങക്ക് തിരിച്ചു പറയാൻ അറിഞ്ഞൂടാ. ശരിക്കും പറയുകയാണെങ്കിൽ MT8 വയലന്റ് ക്ലാസ് ആയിരുന്നു കേട്ടോ. ഭയങ്കര ആക്റ്റീവ് ആണല്ലോ. പക്ഷെ നിങ്ങളിപ്പോ സൈലന്റ് ആണ്. പോർഷൻസ് തീരാനില്ല, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. റിസൾട്ട് എന്താ വരുന്നേ എനിക്ക് അറിയില്ല. വരും. എന്തായാലും ഇംഗ്ലീഷ് സിമ്പിൾ ആയിരുന്നില്ലേ? അതെ അതെ, സത്യത്തിൽ നിങ്ങൾ പഠിച്ചതാണോ എന്നൊരു സംശയമുണ്ട് അല്ലെ? ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളെടുത്ത മാർക്ക് കണ്ട് ടീച്ചർമാർക്കൊക്കെ തല കറങ്ങിയിട്ടുണ്ടാവും വിചാരിച്ചു. നോക്കട്ടെ, വന്നിട്ടില്ല, നോക്കാം.
ഇംഗ്ലീഷ് എക്സാമിന് ഓക്കെ ആണ്, പക്ഷെ നിങ്ങൾ എന്തായാലും പഠിക്കണം കേട്ടോ. ഇംഗ്ലീഷിന്റെ ടച്ച് വിട്ട് കളയരുത്. ഓക്കെ, നിങ്ങൾ ഏകദേശം ഇംഗ്ലീഷിന്റെ ട്രാക്കിൽ വന്നിട്ടുണ്ട്. കോഴ്സ് കംപ്ലീറ്റ് ആയാലും ആ ഒരു ഫ്ലോ അങ്ങോട്ട് കളയരുത് കേട്ടോ. കണ്ടിന്യൂ ചെയ്യുക, പഠിക്കുക. അറിയാത്ത ക്വസ്റ്റൻ ആണെങ്കിൽ നിങ്ങൾ തന്നെ സെർച്ച് ചെയ്യുക, ഒക്കെ പഠിക്കുക. നിങ്ങളിപ്പോ ഞാൻ കുറച്ച് ടോപ്പിക്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ക്ലാസ് എടുക്കാനുണ്ട്. ആ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ പഠിക്കാൻ പറ്റും. അറിയാത്തൊരു ടോപ്പിക് കിട്ടിയാല് നിങ്ങൾക്ക് എങ്ങനെ അത് റെഫർ ചെയ്യാൻ പറ്റും, എങ്ങനെ ക്ലാസ് എടുക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, മാത്രല്ല ഇംഗ്ലീഷിന്റെ ഈ ഗ്രാമറിൻ്റെത് ഇവിടെ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവും. ജസ്റ്റ് ഒരു പേപ്പർ വന്നിട്ട് റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവും ഗ്രാമറിന്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. പഠിക്കുക. നേരത്തേക്ക് നമ്മുടെ ക്ലാസ് ഇംഗ്ലീഷ് വേഗം കഴിയുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ റിവിഷൻ ചെയ്യാം. വേറെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാത്തുണ്ടെങ്കിൽ അതൊക്കെ ചോദിക്കാൻ ഞങ്ങൾക്ക് പറഞ്ഞു. ഓക്കെ, സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സൈൻ ഔട്ട് ഒന്നുമില്ലല്ലോ, പോവാം. അപ്പോ ഓക്കെ, താങ്ക് യു ഓൾ. സീ യു ഓൺ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു മാം. Thank you, ma'am. Thank you, ma'am.